Welcome to Account Academy. My dear students and friends, today let us discuss journalizing. What is meant by journalizing? Regarding entries in the journal is called journalizing. In the previous class about journal I explained. That is, the term journal is derived from ജോർ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വീണ്ടും നമുക്കതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ജേർണലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. എങ്ങനെയാണ് ഒരു ജേർണൽ ജേർണലിൻ്റെ ഫോർമാറ്റ്? റൈറ്റ് സൈഡിൽ രണ്ട് എമൗണ്ട് കോളമുണ്ട്. ആ രണ്ട് എമൗണ്ട് കോളത്തിൽ ഒന്ന് ക്രെഡിറ്റ് കോളമാണ്. ലെഫ്റ്റ് സൈഡിലെ കോളം എമൗണ്ട് കോളം ഡെബിറ്റ് കോളമാണ്. ഈ ഡെബിറ്റ് കോളത്തിനോട് ചേർന്ന് വേറൊരു കോളം, അത് LF ആണ്. ദാറ്റ് ഈസ് ലെഡ്ജർ ഫോളിയോ. നമ്മൾ ഈ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ഓരോ അക്കൗണ്ടുകൾക്കും വേണ്ടിയിട്ട് ലെഡ്ജർ മീൻസ് ചീഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. ആ ലെഡ്ജറിൽ ഓരോ ഫോളിയോയിലും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ആ ഫോളിയോയുടെ കൺസേൺഡ് അക്കൗണ്ട് എവിടെയാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫോളിയോയുടെ നമ്പറാണ് നമ്മളിവിടെ എഴുതുക. ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഡേറ്റ്, particulars, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട് ഡെറ്റ്, എമൗണ്ട് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് 2 എഫക്ട്സ് ആൻഡ് 2 അക്കൗണ്ട്സ് വിൽ ബി ഇൻവോൾവ്. ഒരു എല്ലാ ട്രാൻസാക്ഷനിലും 2 എഫക്ട്സ്, നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഉള്ളത് കൊണ്ട് തന്നെ 2 അക്കൗണ്ടുകളും ഉണ്ടാവും. അതിലൊരു അക്കൗണ്ടിന് ഡെബിറ്റ് കിട്ടുമെങ്കിൽ മറ്റൊരു അക്കൗണ്ടിന് കിട്ടുന്നത് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ട്രാൻസാക്ഷൻസ് നമുക്ക് ഓരോന്നും നോക്കാം. എ പർട്ടിക്കുലർ പേഴ്സൺ, സപ്പോസ് എ, ബ്രിങ്സ് ക്യാഷ് ആസ് ക്യാപിറ്റൽ ഫോർ ഡൂയിങ് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാഷ് 1,00,000 രൂപ ഒരു വ്യക്തി കൊണ്ടുവരുന്നു. എ എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവരുന്നു ബിസിനസ്സിലേക്ക്. അപ്പോൾ അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ട 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? നമ്മളിപ്പം ഏതൊരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ ട്രാൻസാക്ഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ട 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് എൻട്രി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം സിമ്പിളായിട്ട് കിട്ടും. പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നമ്മൾ നോക്കണം. ഒന്ന്, ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ആ ഐറ്റം എ എന്ന് പറഞ്ഞ ആൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഐറ്റം എന്താണ്? ക്യാഷാണ്. നമ്മൾ റിയൽ അക്കൗണ്ട് റൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാട്ട് കംസ് ഇൻ ഷുഡ് ബി ഡെബിറ്റഡ്. എന്താണോ നമ്മുടെ കമ്പനിയിലേക്ക്, എന്താണോ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റത്തെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1,00,000 rupees he brings it as capital. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എ ഈസ് ക്യാപിറ്റലാണ്. ഞാനവിടെ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ദ പേഴ്സൺ ഹു ഡസ് ബിസിനസ് ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ബിസിനസ്സുകാരന് ബിസിനസ് ലയബിളാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ് ഈസ് ലയബിൾ ടു ദ ബിസിനസ്സ്മാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ക്യാപിറ്റൽ എപ്പോഴാണോ ഇൻക്രീസ് ആവുന്നത് ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം.
ക്യാപിറ്റൽ ഐറ്റമാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ആകുമ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ മീൻസ് എ ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. 1 lakh. Being the capital brought in. ഓക്കെ, ആ ട്രാൻസാക്ഷൻ ഫിനിഷായി. 2 അക്കൗണ്ടുകളുണ്ട്, ഒന്നിന് ഡെബിറ്റ്. ഈ ഡെബിറ്റ് ഐറ്റത്തിന് നേരെ ഡെബിറ്റ് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. ക്രെഡിറ്റ് കോളത്തിന് നേരെയാണ് ക്രെഡിറ്റ് കോളത്തിൽ എഴുതേണ്ടത്. ക്രെഡിറ്റിന് നേരെയാണ് എഴുതേണ്ട എമൗണ്ട് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ഹി പർച്ചേസസ് ഗുഡ്സ് ഫോർ ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഗുഡ്സാണ് വരുന്നത്, ഗുഡ്സ് വാങ്ങുകയാണ്. ഗുഡ്സ് വാങ്ങുന്നു. എന്തിനു വേണ്ടി വാങ്ങുന്നത്? ഗുഡ്സ് ഈസ് പർച്ചേസ്ഡ് ഓർ ബോട്ട് ഫോർ റീസെയിൽ. അത് വിൽക്കുവാൻ വേണ്ടിയിട്ടാണ്, സെയിലിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് റിയൽ അക്കൗണ്ട് പ്രകാരം. ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോൾ, അതായത് വിൽക്കുമ്പോൾ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനപ്പോൾ ഗുഡ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ രണ്ടും ഗുഡ്സാണ്. ഗുഡ്സ് വാങ്ങുന്ന വിലക്കല്ല നമ്മൾ ഗുഡ്സ് വിൽക്കുന്നത്, രണ്ടും 2 റേറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയേണ്ടതുണ്ട്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഗുഡ്സ്. ചിലപ്പോൾ നമ്മൾ തിരിച്ചു അയക്കാറുണ്ട് ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിനൊക്കെ തന്നെ പ്രത്യേകം നമുക്ക് ഗുഡ്സിനെ വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഗുഡ്സ് വാങ്ങുന്ന ഗുഡ്സിനെ നമുക്ക് വിളിക്കാവുന്ന പേര് പർച്ചേസ്. നമ്മൾ പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്സിന് പേര് നമ്മൾ എഴുതുന്നത് പർച്ചേസ് അക്കൗണ്ട്. ഡെറ്റർ 10,000 ടു പൈസയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു ക്യാഷ്. ടു ക്യാഷ് 10,000. being the goods bought for cash. Okay. സെക്കൻഡ് ജേണൽ. ഇനി ഇയാൾ ഗുഡ്സ് വാങ്ങുന്നു. ഈ ഗുഡ്സ് പോരാ, കുറച്ച് കടം വാങ്ങി. കടം വാങ്ങുമ്പോഴത്തേക്കും അതിന് നമുക്കറിയാം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ കടം വാങ്ങിയപ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യുക? ഗുഡ്സ് നമ്മൾ വരുന്നു, അവിടെയും പർച്ചേസ് തന്നെയാണ്. പർച്ചേസ് അക്കൗണ്ട്. ഇതിനകത്ത് ഡേറ്റ് ഉണ്ട്. നമ്മൾ ഓരോ ഡേറ്റ്, ആ കൺസേൺ ഡേറ്റ് നമ്മൾ എഴുതുക. ഏതാണോ ട്രാൻസാക്ഷൻ നടക്കുന്ന ഡേറ്റ്, ആ സമയത്ത് നമ്മൾ ആ ഡേറ്റ് ഇടുക. ടു ബീസ് അക്കൗണ്ട് 5,000. 3 ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു. ബീയിങ് ദ ഗുഡ്സ് ബോട്ട് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ 3 ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി. ഇനിയും നമുക്കൊരു 3-4 ട്രാൻസാക്ഷൻ കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 3 ട്രാൻസാക്ഷൻ കണ്ടു. ഒന്ന് ക്യാപിറ്റൽ കൊണ്ടുവന്നു, സാധനം ക്യാഷിന് വാങ്ങിച്ചു, സാധനം കടം വാങ്ങിച്ചു. ഇത്രയാണ് നമ്മൾ കണ്ടത്. When we purchase goods, in order to bring that goods into our store, we will have to incur some expenditure. That is called carriage inward. നമ്മൾ സാധനം വാങ്ങുമ്പോൾ ആ സാധനം വാങ്ങി നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഈ കൂലിച്ചെലവ്, അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? കാരേജ് ഇൻവേർഡ് എന്നാണ് പറയുക. 2 തരത്തിലുള്ള കാരേജ് ഉണ്ട്. കാരേജ് ഇൻവേർഡും ഉണ്ട്, കാരേജ് ഔട്ട്വേർഡും ഉണ്ട്. കാരേജ് ഇൻവേർഡ് വാങ്ങുമ്പോൾ നമ്മൾ ചിലവഴിക്കുന്നതും, വിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് നമ്മൾ കൊടുത്തുവിടേണ്ടി വരും. ആ സമയത്തുണ്ടാകുന്ന ആ കാരേജിനെ നമ്മൾ പറയുന്നത് കാരേജ് ഔട്ട്. ഇത് രണ്ടിനും 2 എഫക്റ്റ് ഉണ്ട്. നമുക്കത് പിന്നെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് ബാധകമായിട്ട് വരും. എങ്കിലും ഞാനിപ്പോൾ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കാരേജ് ഇൻവേർഡ്
അപ്പോൾ കാരേജ് ഇൻവേർഡ് ഒരു എക്സ്പെൻഡിച്ചറാണ്. കാരേജ് ഇൻവേർഡ് എക്സ്പെൻഡിച്ചറാണ്. നമുക്കറിയാം എക്സ്പെൻഡിച്ചർ വരുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള് നോമിനൽ അക്കൗണ്ട് റൂളാണ്. നോമിനൽ അക്കൗണ്ട് റൂൾ എന്ന് വെച്ചാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാരേജ് ഇൻവേർഡിനെ എന്ത് ചെയ്യാം? കാരേജ് ഇൻവേർഡ് അക്കൗണ്ട് ഡെറ്റർ 2000 to cash 2000 being the carriage inward incurred. ഓക്കെ, ഇനി ഇയാൾ കുറച്ച് വേജസ്, കുറേ ആൾക്കാർക്ക് വേജസ് കൊടുക്കാനുണ്ട്. അതായത് കൂലിക്കാരുണ്ടാവും, ജോലിക്കാരുണ്ടാവും, അവർക്ക് വേജസ് കൊടുക്കുകയാണ്. അപ്പോൾ വേജസ് കൊടുക്കുന്നു. വേജസ് നമുക്കറിയാം നോമിനൽ അക്കൗണ്ടാണ്. വേജസ് അക്കൗണ്ട് ഡെറ്റർ 3000 to cash 3000 being the wages paid. ഇനി മറ്റൊരു അക്കൗണ്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വേജസ് ലേബറേഴ്സ് ഉണ്ടായിരുന്ന കുറച്ച് പേർക്ക് ജോലി കൊടുത്തു, പൈസ കൊടുത്തു. കുറച്ച് പേര് പൈസ വാങ്ങാതെ പോയി. പക്ഷേ റെക്കോർഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ വേജസ് നമുക്ക് കൊടുത്തിട്ടില്ല, എങ്കിൽ പോലും നമ്മൾ എൻട്രി ഇടണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ക്ലോസിംഗ് ഡേ ഒക്കെയാണ്, നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ എൻട്രി ഇടും. വേജസ് അറിയാം, ആ ഡേയിലെ ട്രാൻസാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്യാഷ് കൊടുത്തില്ല, പക്ഷെ നമ്മൾ ജോലി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർക്ക് ലേബറേഴ്സിന് കൊടുത്താൽ നമുക്ക് ക്യാഷ് കൊടുത്തെന്ന് പറയാം. ക്യാഷ് പോയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ ലേബറേഴ്സിനെ എന്ത് ചെയ്യണം? ലേബേഴ്സിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ലേബേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യാനും പാടില്ല. എന്തുകൊണ്ടാണ്? ലേബേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക സാധാരണ ട്രേഡ് ക്രെഡിറ്റേഴ്സായിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് അതും നടക്കില്ല. കാരണം ചിലപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യുന്നതാണ്. അതും പറ്റില്ല. മറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ പേഴ്സണൽ അക്കൗണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട് 3 വിധത്തിലുണ്ട്. അതിൽ മൂന്നാമത്തത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വേജസ് കൊടുത്തില്ല, പക്ഷേ എൻക്വയറി ചെയ്തു. വേജസ് അക്കൗണ്ട് ഡെറ്റാർ 2000 കൊടുക്കാനുണ്ട്. നമ്മളിടുന്നത് ടു വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് 2000. അപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്ങിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഈ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഏത് ടൈപ്പ് അക്കൗണ്ടാണത്? ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഏത് ടൈപ്പ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. നമുക്കിത് പിന്നീട് ആവശ്യമായിട്ട് വരും. ഏത് സമയത്ത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ എഴുതുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടി വരും. തൽക്കാലം ഞാൻ ഉൾപ്പെടുത്തിയത് മാത്രമേ ഉള്ളത്. അപ്പോൾ വേജസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എൻട്രി വേണമെങ്കിൽ ഇടാം. ഇങ്ങനെയാണ് വേജസിന് ഡെബിറ്റ് കൊടുക്കാം. വേജസ് എക്സ്പെൻഡിച്ചറാണ്. ഇൻക്വയറി ചെയ്തു, ശരിക്കും പറഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാൾ നിർത്തി പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാണിക്കാനായിട്ട് സാധാരണ ട്രേഡിംഗ് ക്രെഡിറ്റേഴ്സിനെ പോലെ നമ്മൾ ഇടാൻ പറ്റില്ല. മറിച്ച് ഒരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഏത് ഹെഡിൽ വരുന്ന ഒരു ഐറ്റമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. സാധാരണയിൽ ചിലപ്പോൾ പറയാറുണ്ട് നോമിനൽ അക്കൗണ്ട് എന്നൊക്കെ പറയാറുണ്ട്. എങ്കിൽ പോലും ഇവിടെ കൃത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 എൻട്രി കൂടെ നോക്കിയിട്ട്, സെയിൽസ് കൂടെ നോക്കിയിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ജേർണലിസ്റ്റിങ്ങിൻ്റെ ഇനി ഏതെങ്കിലും നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി വരുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഏതെങ്കിലും ജേർണൽ എഴുതുന്ന ആ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. തൽക്കാലം നമുക്ക് സെയിൽസ് കൂടെ കണ്ടിട്ട് പർച്ചേസ് കണ്ട് നമ്മൾ സെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ 5-4 സെയിൽസ് നടത്തുകയാണ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റാർ, കാരണം ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നു 10,000 ടു സെയിൽസ്
കാരണം ഞാൻ പറഞ്ഞു ഗുഡ്സ് പോവുകയാണ്, ഗുഡ്സ് ഔട്ട് പോയി. അപ്പോൾ ഗുഡ്സിന് നമ്മൾ പോകുമ്പോൾ പോകുന്ന ഗുഡ്സിന് നമ്മൾ സെയിൽസ് എന്ന് പറയുക. ബീങ് ദ ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്, സോൾഡ് ഓൺ ക്യാഷ്, സോൾഡ് ഫോർ ക്യാഷ്. ഇനി നമ്മൾ കടം ഓൺ ക്രെഡിറ്റ് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴും നമുക്ക് എന്താ പറയുക, നമ്മൾ ക്യാഷ് വരുന്നില്ല, പകരം എന്താ ചെയ്യുക, നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഡി ഒരു ഡെറ്ററാണ്, ഡീസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു സെയിൽസ് അക്കൗണ്ട് 10,000. ബീങ് ദ ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഏത് ട്രാൻസാക്ഷനുമായിട്ട് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ട്രാൻസാക്ഷനിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് നോക്കിയിട്ട് നമ്മൾ എഴുതാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.